നല്ലൊരു കബാബ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടൺ നല്ലതുപോലെ കീമാക്കി ഇത് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കിയതാണിത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ മട്ടൺ വാങ്ങിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞാൽ കീമാക്കി തരും. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെറിയ കട്ടിംഗ് പാടിൽ വെച്ച് നല്ലതുപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട വേണം. നമ്മളിത് ആദ്യമായി ഉള്ളി ഒരെണ്ണം ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയൊരു സവോള വേണം. 2 പച്ചമുളക്, കുരുമുളക് പൊടി 1 സ്പൂൺ വേണം. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇത് ഗരം മസാല ചെറിയ സ്പൂൺ വേണം, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 8-10 വെളുത്തുള്ളിയും വലിയൊരു പീസ് ഇഞ്ചി. ഇതെല്ലാം ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കബാബ് ആയതുകൊണ്ട് നല്ലതുപോലെ മല്ലിയില ഇടാം, നല്ല ടേസ്റ്റ് വരും. ആവശ്യത്തിന് ഉപ്പും വേണം. ആദ്യം തന്നെ നമുക്ക് ഈ പാൻ ചൂടാക്കി ഇതെല്ലാം ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റാം. ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഞാനിത് എല്ലാം നല്ലതുപോലെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും കൂടി ഞാൻ നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നാലേ നമുക്ക് കബാബ് ഉണ്ടാക്കുമ്പോൾ ഉരുട്ടാൻ നല്ല എളുപ്പം വരുള്ളൂ. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി നല്ലപോലെ എടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് ചെറിയ സ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുവാണ്. ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കീമയുടെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇത് വേകാൻ വേണ്ടി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ഒഴിക്കുവാണ്. ഇത് മട്ടനൊന്ന് വെന്ത് കിട്ടണം. കീമ ആക്കിയതുകൊണ്ട് വേഗം വെന്തോളും. നമ്മൾ ഒത്തിരി സമയം വേവ് കാണുമല്ല, എങ്കിലും നല്ലതുപോലെ വെന്ത് നമുക്ക് വെള്ളം പറ്റിയിട്ട് വേണം ഇതെടുക്കാൻ. നമുക്കൊരു ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് സ്ലോയിൽ അടച്ചു വെക്കാം. നമ്മുടെ കീമ നല്ലതുപോലെ വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഓഫാക്കുവാണ്. ഇത് നമ്മൾ നല്ലതുപോലെ തണുത്തിട്ട് വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഓഫാക്കാൻ സമയത്ത് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. മട്ടൻ ആയതുകൊണ്ട് നമുക്കൊരു ഉളുമ്പ് മണമൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഇച്ചിരി നാരങ്ങ നീര് ഒഴിക്കുവാണെങ്കിൽ നല്ലത്. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് ഞാൻ ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് തണുക്കാൻ വെക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഈ കബാബിന് കൂട്ടാൻ ഞാൻ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മല്ലിയില എടുത്തിട്ട് അതിനകത്ത് ഒരു പച്ചമുളക് ഇട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ഇതാണ് ഞാൻ കബാബിന് കൂട്ടാൻ എടുക്കുന്ന ഗ്രീൻ ചട്നി. അത് നമുക്കിത് തണുക്കുന്ന നേരത്തിന് ഞാൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇത് മിക്സർ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ചെറിയ കബാബായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യും. ഈ മുഴുപ്പിൽ ഇത് ഉരുട്ടിയെടുത്ത് നല്ലതുപോലെ ഇത് മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കിയിട്ട് ഇത് നമുക്ക് ഞാൻ ഇതുപോലെ ബാക്കി എല്ലാ കബാബും മുക്കി റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്കൊരു പാൻ നല്ലപോലെ ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുത്താൽ മതി. വലിയ കടയിൽ വേണ്ട. ഇത് ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. നമ്മൾ ഒരു കുറച്ച് എണ്ണ നമ്മളൊരു സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാനിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന കബാബ് ഓരോന്നായിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്കിലൊന്ന് 2 സൈഡും മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. സൈഡ് ഒന്ന് മറിച്ചിടാം.
നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ഞാൻ മറിച്ചിട്ടെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത്. പിന്നെ ഞാൻ നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് അറേഞ്ച് ചെയ്യാം. ഇവിടെ മട്ടൻ കബാബ് റെഡിയാണ്. നല്ല ചൂടോടെ കഴിക്കണം എല്ലാവരും. ഇത് ഗ്രീൻ ചട്നി കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.